ബുക്ക് ഓഫ് ഇനോക്ക് 2000 വർഷം പഴക്കമുള്ള ഒരു ബൈബിളാണിത്. ഇതിൽ വിലക്കപ്പെട്ടതും ഭയാനകവുമായ നിരവധി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. വളരെ വ്യത്യസ്തമായി ഈ ഒരു പുസ്തകം നൂറ്റാണ്ടുകളായി വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഇതിൽ ഫാളൻ ഏഞ്ചൽസ്, അക്രമകാരികളായ ഭീകരന്മാർ, രാക്ഷസന്മാർ, വിചിത്രമായ പ്രപഞ്ചശാസ്ത്രം, ലോകത്ത് തന്നെ മാറ്റുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇതിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ പുസ്തകം ഇന്നത്തെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഇതൊരു വിശുദ്ധ ഗ്രന്ഥമല്ലെന്ന് പല പണ്ഡിതന്മാരും പറയുന്നു. ഇനോക്കിന്റെ ഈ പുസ്തകം ഭയാനകമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 1773 എത്യോപ്യയിലെ അബിസീനിയയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. എത്യോപ്യൻ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരെക്കുറിച്ചും ഭൂമിയുടെ നാശത്തെക്കുറിച്ചും ഭയാനകമായ നിരവധി കാര്യങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഇങ്ങനെ 2000 വർഷം പഴക്കമുള്ള ബൈബിളായ ദ ബുക്ക് ഓഫ് ഇനോക്കിന്റെ ഭയാനകമായ രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇത് ഏതെങ്കിലും വ്യക്തിയെയോ മതത്തിലോ അവിശ്വാസം സൃഷ്ടിക്കാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനലിൽ പുതിയ വ്യൂവർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം ആരാണ് ഈ ഈനോക്ക് എന്നറിയാം. ഈനോക്ക് എന്നും ഹാനോക്ക് എന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതാണെന്നുള്ളതിൽ എനിക്കും വ്യക്തതയില്ല. ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ഈനോക്ക്. നോഹയുടെ പെട്ടകത്തിന്റെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇദ്ദേഹം ഒരു ഭക്തനായിരുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ച മഹാപ്രളയം, എന്നാൽ അതിനൊക്കെ മുൻപ് തന്നെ ഇദ്ദേഹം വലിയൊരു ഭക്തനായിരുന്നു. ഇദ്ദേഹം ആദാമിന്റെ കൊച്ചുമകനും ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് ജരൻ. ബൈബിളിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തിയായ മെത്തുസലാഹിന്റെ മുത്തച്ഛനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഈനോക്ക് ദൈവത്തോടൊപ്പം നടന്നു, ദൈവം അവനെ കൊണ്ടുപോയതുകൊണ്ട് അവൻ ഇനി ഇല്ല എന്നും പറയുന്നുണ്ട്. ബൈബിളിൽ ഈ ഭാഗം അനുസരിച്ച് ഈനോക്ക് ജീവനോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22 മുതൽ 24 വരെ അനുസരിച്ച് നോക്കിയാൽ ഇദ്ദേഹം ദൈവത്തിന്റെ കൂടെ പോയപ്പോൾ വയസ്സ് 365 പറയപ്പെടുന്നു. അതായത് മരണത്തിന്റെ പാത അനുഭവിക്കാതെ തന്നെ ദൈവം കൊണ്ടുപോയ ആളുകളിൽ ഒരാളായിരുന്നു ഈനോക്ക്. നിരവധി ക്രിസ്തീയ പാരമ്പര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്തംഭമാണ് ഹാനോക്ക്. ദ ബുക്ക് ഓഫ് ഈനോക്ക് എഴുതിയ വ്യക്തി ഇദ്ദേഹമാണ്. കൂടാതെ ദൈവത്തിന്റെ ന്യായവിധി പുസ്തകത്തിന്റെയും രചയിതാവാണ് ഇദ്ദേഹം. ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലും പുതിയ നിയമത്തിലെ ലൂക്കസിന്റെ സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 37, അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനം ഹെബ്രായർ അധ്യായം 16 വാക്യങ്ങൾ 5, യൂദ അധ്യായം 1 വാക്യങ്ങൾ 14 ഇവയിലെല്ലാം ഈനോക്കിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ, കിഴക്കൻ ഓർത്തഡോക്സ്, ഓറിയന്റൽ ഓർത്തഡോക്സ് ഇവയിലെല്ലാം ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായി ആരാധിക്കുന്നു. ചില മുസ്ലിങ്ങൾ ഖുറാനിലെ പ്രവാചകനായ ഇദ്രീസുമായി ഈനോക്കിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈനോക്കിന്റെ പുസ്തകത്തെ കുറിച്ച് അറിയാം. ഈനോക്ക് എഴുതിയ പുസ്തകം 1946-47 കാലഘട്ടത്തിൽ ജൂഡിൻ ഗുഹയിൽ നിന്നാണ് കണ്ടെത്തിയത്. ചില ബഡോളിയൻ കുട്ടികളാണ് ഇത് കണ്ടെത്തിയത്. ഇവർ ഗുഹയ്ക്ക് സമീപം ആടുകളെ മേയ്ക്കുകയും ഗുഹയ്ക്കുള്ളിലേക്ക് ചെറിയ കല്ലുകൾ എറിഞ്ഞ് കളിക്കുകയായിരുന്നു. ഈ സമയത്ത് ഗുഹയ്ക്കുള്ളിൽ എന്തോന്ന് പെട്ടെന്ന് താഴെ വീഴുന്ന ശബ്ദം അവർ കേട്ട് അത്ഭുതപ്പെട്ടു. അതെന്താണെന്നറിയാനായി അവർ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. അവിടെ ധാരാളം കളിമൺ പാത്രങ്ങൾ, ഭരണികൾക്കുള്ളിൽ തുകൽ, കുറേയേറെ ചുരുളുകളും ഉണ്ടായിരുന്നു. ഈ ചുരുളുകൾ വാങ്ങിയ ചില വ്യാപാരികൾ ഇവയ്ക്ക് 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും പറഞ്ഞു. ആ പ്രദേശത്തെ ഗുഹകളിൽ നിന്നും സമാനമായ നിരവധി ചുരുളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈനോക്കിന്റെ പുസ്തകത്തെ 5 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ദ ബുക്ക് ഓഫ് വാച്ചസ്, ദ ബുക്ക് ഓഫ് പാരബിൾസ്, ദ ആസ്ട്രോണമിക്കൽ ബുക്സ്, ദ ഡ്രീം വിഷൻ, ദ എപ്പിസ്റ്റിൽ ഓഫ് ഇനോക്ക്. ഈ പുസ്തകത്തിൽ മൊത്തം 100 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കഥകളെ തുടരുമെന്നും കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാലാഖമാരെ കുറിച്ചും ഒരു പ്രത്യേക വൃക്ഷത്തെയും ജെറുസലേമിനെയും പ്രപഞ്ചത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നാൽ ഈ പുസ്തകത്തിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗം മനുഷ്യരായി ജനിച്ച സ്ത്രീകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫാളൻ ഏഞ്ചൽസിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ഈ മാലാഖമാർക്കും മനുഷ്യ സ്ത്രീകൾക്കും ഇടയിൽ നെഫിലിം എന്നറിയപ്പെടുന്ന ഭീമൻ കുട്ടികൾ ജനിച്ചുവെന്നും പറയപ്പെടുന്നു. നെഫിലിം എന്നാൽ ഫാളൻ എന്നാൽ അർത്ഥം, വീണുപോയവർ. അതായത് ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്ന രാക്ഷസന്മാരാണ്. ഇതുമാത്രമല്ല, ദൈവം അയച്ച ഈ മാലാഖമാർ മനുഷ്യർക്ക് നിരവധി നൂതന കഴിവുകൾ നൽകി. നോഹയുടെ മഹാപ്രളയത്തിനും ഭൂമിയുടെ നാശത്തിനും കാരണമായത് ഇതാണെന്ന് ഉൽപ്പത്തി പുസ്തകം പറയുന്നു. എന്നിരുന്നാലും പല പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് വാദിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത് ഈ രാക്ഷസ മനുഷ്യർ സൂപ്പർ നാച്ചുറൽസ് എന്നും പറയുന്നു.
കൂടാതെ ഈ മാലാഖമാർ അല്ലെങ്കിൽ ഡീമൺസ് ഇവർക്ക് മനുഷ്യരുമായി ചേർന്ന് കുട്ടികൾ ഉണ്ടാക്കുക അസാധ്യമാണെന്നും പറയുന്നു. മറ്റൊരു വശം പറയുന്നത് നെഫിലിം സാധാരണ മനുഷ്യർ തന്നെയാണ്. ദൈവത്തിന്റെ ആദ്യ മനുഷ്യനായ ആദാമിന്റെ കുടുംബത്തിലുള്ളവരാണ് ഇവരും. ആദാമിന്റെ മൂന്നാമത്തെ മകനായ സേത്തിനാണ് ഇവർ ജനിച്ചത്. ഇവർ ദൈവത്തിൽ നിന്നും അകന്നു പോയതുകൊണ്ടാണ് ഇവരെ ഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത്. ദ ബുക്ക് ഓഫ് ഈനോക്കിൽ ഇതുപോലെ മാലാഖമാരെ കുറിച്ചും രാക്ഷസന്മാരെ കുറിച്ചും മനുഷ്യരെ കുറിച്ചുമുള്ള ഒരുപാട് നിഗൂഢമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില നിഗൂഢതകളെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാം. ഏഞ്ചൽ വാച്ചസ്. ബുക്ക് ഓഫ് ഈനോക്ക് അനുസരിച്ച് ഭൂമിയിലേക്ക് വന്ന 200 മാലാഖമാർ വളരെ ദുഷ്ടന്മാരായി മാറിയതായി പറയപ്പെടുന്നു. ചില മാലാഖമാരെ കുറിച്ചും അവരുടെ ലീഡേഴ്സിന്റെ പേരുകളും ഈ ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിലങ്ങനെ നൽകിയിട്ടുള്ള പേരുകൾ ഷെമിയാസ, അസേൽ, റമേൽ, അട്രോക്, മെട്രേൽ, അനനേൽ, നെഫിലിം എന്നിവരാണ്. ഈ നെഫിലിമാണ് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തത്. ഈ ദൈവദൂതന്മാർ അതായത് ഏഞ്ചൽസ് എല്ലാം ബുക്ക് ഓഫ് ഈനോക്ക് അനുസരിച്ച് ബാഡ് വാച്ചേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതായത് ഈ ഏഞ്ചൽസിനെ എല്ലാം ദൈവം ഭൂമിയിലേക്ക് അയച്ചതിന് ശേഷം ഇവർ ദൈവത്തിനെതിരെയുള്ള ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ മനുഷ്യരെ പ്രോത്സാഹിപ്പിച്ചു. മനുഷ്യരിൽ മോശം ചിന്തകൾ സൃഷ്ടിക്കുകയും തെറ്റായ ലൈംഗിക അടുപ്പത്തിന് കാരണമാവുകയും ചെയ്തു. അവർ മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും പ്രകൃതി വിരുദ്ധമായ ഒരു ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്തു. ഇത് മനുഷ്യരെ അന്യായമായ ആചാരങ്ങളിലേക്കും നയിച്ചു. നിഷിദ്ധമായ അറിവ്, പോരാട്ടം, യുദ്ധം, ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കലകൾ ഇവയെല്ലാം പറഞ്ഞുകൊടുത്തു. ചില മാലാഖമാർ ബഹിരാകാശത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും അവരെ പഠിപ്പിച്ചു. ചില മാലാഖമാർ ജ്യോതിഷത്തെക്കുറിച്ചും ചില മാലാഖമാർ മേഘങ്ങളെക്കുറിച്ചുള്ളതും ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തി. ഏഖോൻ എന്ന ഒരു മാലാഖയാണ് ഭൂമിയിലേക്ക് വന്ന പല ഏഞ്ചൽസിന്റെയും മനസ്സിനെ നശിപ്പിച്ച് മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചത്. ഏഖന്റെ സഹായികളായ ആസ്ബൻ, ഗാഡ്രിയേൽ, ബെനാം, ഖെസിൻ എന്നിവരെല്ലാം ഈനോക്ക് എന്ന പുസ്തകം അനുസരിച്ച് ഭൂമിയിൽ വസിക്കുന്ന പിശാചുകൾ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭൂമിയിലെ ഐക്യവും സമാധാനവും നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അടുത്തത് സീക്രട്സ് ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ കഥ ദൈവം ഈനോക്കിന് മുഖാമുഖം വെളിപ്പെടുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് സൃഷ്ടിക്ക് മുൻപ് സൃഷ്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു. അടിത്തറ പാകിയ ശേഷം ദൈവം ഇരുട്ടിൽ നിന്നും എല്ലാം കൊണ്ടുവന്നു. അവൻ തനിക്കായി ഒരു സിംഹാസനം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെള്ളത്തിൽ നിന്നും കഠിനമായ പാറകൾ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നിട്ട് ഭൂമിയിൽ ഉറച്ച ഘടന സൃഷ്ടിച്ചു. ഇതിൽ നിന്ന് ഉരകങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവ സൃഷ്ടിച്ചു. ഒടുവിൽ തീയും മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൽ പറയപ്പെടുന്നത്. എന്നാൽ ക്രിസ്തീയ ബൈബിൾ പണ്ഡിതന്മാർ ദ ബുക്ക് ഓഫ് ഈനോക്കിൽ പരാമർശിച്ചിട്ടുള്ള ഈ സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല ആദ്യകാല കത്തോലിക്ക സഭകളും ഇത് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല? ഇതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. ശരി, അടുത്തതായി ദ എപ്പിസൽസ് ഓഫ് ഈനോക്കിനെ കുറിച്ച് അറിയാം. എപ്പിസൽസ് ഓഫ് ഈനോക്ക് ആണ് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗം. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമലേഖനങ്ങളെ അപ്പോസ്തലനായ പൗലോസിന്റെ കത്തുകളാണെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഈനോക്കിന്റെ പുസ്തകത്തിലെ ഈ ലേഖനങ്ങളെ കത്തുകളെന്നൊന്നും വിളിക്കുന്നില്ല. പകരം ഈനോക്ക് തന്റെ മകൻ മെത്തുശലേഹിനോട് പറഞ്ഞ അവസാന വാക്കുകളെന്നാണ് പറയുന്നത്. ഈനോക്കിന്റെ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ദൈവം അവനെ വിളിക്കുന്നതിനെ കുറിച്ചാണ്. അതിനാൽ ഈ മനുഷ്യൻ വിശ്വസ്തനും സത്യസന്ധനും സത്യവാനുമാണ്. അവൻ തന്റെ കുട്ടികൾക്കും കുടുംബത്തിനും ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് മാത്രമല്ല, ഭാവിയിൽ അതായത് നോഹയുടെ കാലത്ത് വരാനിരിക്കുന്ന വലിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഉപദേശം നൽകിയിരുന്നു. ഈ മഹാപ്രളയത്തിൽ പാപികളുടെ നാശത്തെക്കുറിച്ചും സഹസ്രാബ്ദ ഭരണത്തെക്കുറിച്ചും അതായത് ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന സുവർണ കാലഘട്ടത്തെക്കുറിച്ചും അന്തിമ ന്യായവിധിയിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പാപികൾക്ക് എതിരായ 6 പട്ടികപ്പെടുത്തിയ ശിക്ഷാരീതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. പാപികൾ പലപ്പോഴും സമ്പന്നരാണ്, നീതിമാന്മാർ അടിച്ചമർത്തപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ദ ബുക്ക് ഓഫ് പാരബിൾസ് ഭാഗങ്ങളിലും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം സംഭവിച്ച നോഹയുടെ ജനനം ഖുംറാൻ സ്ക്രോൾസിൽ മാത്രമാണ് പരാമർശിച്ചിരുന്നത്. മഹാപ്രളയത്തെക്കുറിച്ചും നോഹ ഒരു മാലാഖയുടെ രൂപഭാവത്തോടുകൂടി എങ്ങനെ ജനിച്ചുവെന്നും ഈ ബുക്കിൽ പറയുന്നു. ഈനോക്ക് പുസ്തകത്തിന്റെ അവസാനത്തെ അനുബന്ധം ഖുംറാൻ ചുരുളുകളിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ട് ഇത് തന്നെ ഒരു അവസാന എഡിറ്റോറിയൽ ആയിരുന്നു. ഈനോക്കിന്റെ പുസ്തകം കത്തോലിക്ക സഭ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ഇത് വളരെയധികം ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. കാരണം ചോദിച്ചാൽ പല തുടക്കകാല ദേവാലയ പുരോഹിതന്മാർ അതായത് ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ടെർട്ടുലിയൻ, അരോനിയസ്, അഥനാഗോറസ് കൂടാതെ AD 200 ഉണ്ടായിരുന്ന ചില എഴുത്തുകാർ പോലും ബുക്ക് ഓഫ് ഈനോക്ക് നിരസിച്ചു. കാരണം ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായി ശരിയായി അവർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. ഈനോക്കിന്റെ പുസ്തകം നിരസിക്കപ്പെടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതിലെ തോറ പഠിപ്പിക്കലുകളുടെ പൊരുത്തക്കേടായിരുന്നു. ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്,
ലേവി പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നിവയുടെ ഒരു സമാഹാരമാണ്. തോറ എന്നത് യഹൂദ മതത്തിന്റെ നിയമങ്ങളുടെയും പഠിപ്പിക്കലുകളുടെയും ഒരു ശേഖരമാണ്. ദ ബുക്ക് ഓഫ് ഈനോക്ക് AD 4-ാം നൂറ്റാണ്ടിൽ ആദ്യകാല ക്രിസ്ത്യാനികൾ കാരണം ഈ ഒരു പുസ്തകം വ്യാപകമായി അറിയപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സഭാ അധികാരികൾ അത് നിരോധിച്ചതിനു ശേഷം ഈ പുസ്തകം പൂർണ്ണമായും അപ്രത്യക്ഷമായി. അതിൽ നിലനിന്നിരുന്ന ക്രമരഹിതമായ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും കാരണം അത് ബൈബിളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ഈ ബുക്ക് ഓഫ് ഈനോക്കിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ എടുക്കുമ്പോൾ ദ ബുക്ക് ഓഫ് റെവല്യൂഷൻ എന്നെ വളരെയേറെ ആകർഷിച്ചു. ഈ ബുക്ക് ഓഫ് റെവല്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. കൂടാതെ ബുക്ക് ഓഫ് ഈനോക്കിനെ കുറിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക, മറ്റുള്ളവർ അറിയട്ടെ. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ വീഡിയോസ് അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.